മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കരാർ ഒപ്പിടാതെ. ഈ മാസം 9-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് കരാറിനെ കുറിച്ച് ധാരണയായത്. എന്നാൽ ത്രികക്ഷി കരാറിന് ധാരണ ഉണ്ടാക്കിയതല്ലാതെ ഒപ്പിട്ടിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കരാറുമില്ലാതെയാണ് കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. ബിനിലും അതോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വിഷ്ണുപ്രകാശും നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, മെസ്സി വരില്ല, എന്തായാലും നവംബറിൽ വരില്ല, അത് ഉറപ്പായിട്ടുണ്ട്. ഇനി ഈ സ്റ്റേഡിയം എങ്ങനെ സ്പോൺസറുടെ കയ്യിലേക്ക് എത്തി, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കള്ളക്കളികൾ നടന്നതെന്നാണ് അറിയേണ്ടത്. സ്പോൺസർ ഇന്നലെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ എന്റെ പണം ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ചെലവാക്കുന്നു, എനിക്ക് സർക്കാരിൽ നിന്ന് ഒരു പൈസ പോലും വേണ്ട ഞാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഒരു കരാറുമില്ലാതെ അങ്ങനെ ഒരു സ്റ്റേഡിയം പൂർണ്ണമായും സ്പോൺസറുടെ അധികാരത്തിന് വിട്ടു നൽകാൻ കഴിയുമോ? ആര്യ, സ്പോൺസർ ഒരു സ്വകാര്യ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ആളുകൾക്കെല്ലാം കൊടുക്കാം. പക്ഷേ സർക്കാരിന്റെ കാര്യം അങ്ങനെയല്ല. സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതു സംവിധാനമാണ്. GCDA ആണ് ഈ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥർ. GCDAയും സർക്കാരും എന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്പോൺസർ പറയുന്നത് പോലെ സർക്കാരിനും GCDAയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതാണ് എന്ന് പറയേണ്ടി വരും. അതായത് സ്പോൺസറുടെ വഴിയെ GCDAയും സർക്കാരും മുന്നോട്ട് പോയി എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കരാറുണ്ടാക്കാൻ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ്. അതായത് അർജന്റീന ടീം വരാൻ പോകുന്നു. അർജന്റീന ടീം വരുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം നടക്കുന്നത്. അവിടെയാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു കരാർ വേണം എന്നൊരു തീരുമാനം വരുന്നത്. ത്രികക്ഷി കരാറിനാണ് അന്ന് ധാരണയായത്. GCDA എന്ന സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥർ, അതോടൊപ്പം തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന SPV, അതോടൊപ്പം തന്നെ ഇതിന്റെ സ്പോൺസറായിട്ടുള്ള വ്യക്തി, അതായത് ആ സ്ഥാപനം, ഈ 3 പേരും ചേർന്നൊരു കരാറിലേക്ക് പോവുക എന്നതാണ് തീരുമാനിച്ചത്. ആ മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിന്റെ ആ തീരുമാനത്തിന്റെ മിനിറ്റ്സ് പുറത്തു വരുന്നത് 24-ാം തീയതിയോടുകൂടിയാണ്. അതായത് അതിനുശേഷമാണ് ഈ ധാരണാപത്രം തയ്യാറാക്കുക, അതായത് കരാർ തയ്യാറാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. പക്ഷേ അപ്പോഴേക്കും മെസ്സി വരില്ല, അർജന്റീന വരില്ല, നവംബറിൽ കളി ഉണ്ടാകില്ല, ആ കാര്യങ്ങളിൽ വ്യക്തത വന്നു. അപ്പോൾ ഈ ത്രികക്ഷി കരാർ തയ്യാറാക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ ത്രികക്ഷി കരാർ ഒപ്പിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ത്രികക്ഷി കരാറിന് നിയമസാധുതയടക്കം പരിശോധിക്കണം. കാര്യം അതിലെ ഓരോ വ്യവസ്ഥകളും സർക്കാരിന് ഏത് രീതിയിലാണ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പ്രതിപക്ഷ തലത്തിൽ നിന്ന് ഹൈബീഡനൊക്കെ വലിയ കാര്യമായി ഉന്നയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ GCDAയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ തേടുകയായിരുന്നു. ഇന്നലെ വൈകിട്ട്, ഏറെ വൈകിയാണ് ഒരു കരാർ, അതുമായി ബന്ധപ്പെട്ട ഒരു രേഖ, ഒരു പ്രസ് റിലീസ് GCDA പുറത്തിറക്കിയത്. അതിൽ ഈ കരാറിനെ കുറിച്ചും ഒന്നും വലിയ രീതിയിൽ പരാമർശിക്കുന്നില്ല. അപ്പോൾ GCDAയുടെ സ്റ്റാൻഡ് എന്താണ് ഇപ്പോൾ? ആര്യ, GCDAയുടെ സ്റ്റാൻഡ് ഇന്നലെ അവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ആ സ്റ്റാൻഡ് പുറത്തു വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനൊരു കരാർ ഇല്ല എന്ന കാര്യം. നമ്മൾ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ആ വാർത്ത നൽകിയിരുന്നതാണ്. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർജന്റീന മത്സരത്തിന് വേണ്ടി ഈ സ്റ്റേഡിയം GCDA വിട്ടു നൽകുന്നത്. അത് ഇന്നലെ GCDA സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. 19/9/2025 കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഈ കത്ത് നൽകുന്നത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സ്റ്റേഡിയം കൈമാറാനുള്ള തീരുമാനമെടുക്കുന്നത്. അതിന് പിന്നാലെ കായിക വകുപ്പ് ഡയറക്ടറും ഈ സ്റ്റേഡിയം കൈമാറണം, അതായത് ഇതിന്റെ SPV ആയി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന സർക്കാർ ഏജൻസിയെ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് ഈ സ്റ്റേഡിയം കൈമാറണം എന്ന ആവശ്യവുമായി GCDAയ്ക്ക് കത്ത് നൽകുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് GCDA ഈ സ്റ്റേഡിയം കൈമാറുന്നത്. അവിടെ ഒരു കരാർ ഇല്ല. അതായത് സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ഈ സ്റ്റേഡിയം വിട്ടു നൽകി എന്നതാണ് GCDA പറയുന്നത്. നവംബർ 30 വരെയാണ് സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ SPV ആയിട്ടുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് എന്നതാണ് അവരുടെ ന്യായവാദം.